മക്കൾ ഉണ്ടാവുക എന്നതൊരു അനുഗ്രഹവും അനുഭൂതിയുമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ പറയാൻ പോകുന്ന ഒരു ദുആ, മക്കളില്ലാത്തവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ, ഇതൊരു ദുആയാണ്. ഈ ദുആ ചെറിയ പ്രതിഫലനങ്ങളല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. വലിയ വലിയ ഗൗരവത്തോടുകൂടി നമ്മൾ ഈ ദുആ നമ്മൾ മക്കളില്ലാത്ത സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ആ ദുആയാണ് സൂറത്തുൽ അംബിയാ 89-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. അദ്ദേഹത്തിന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മുടിയൊക്കെ നരച്ചു, അദ്ദേഹത്തിന് യാതൊരു നിലയിലും ആരോഗ്യമില്ലാത്തൊരവസ്ഥ, ഭാര്യ ആഖിറത്താണ്, മച്ചി പ്രസവിക്കാത്ത ഒരു സ്ത്രീയാണ്. സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ അള്ളാഹു തആല മക്കളെ കൊടുത്തു, യഹ്യാ നബിയെ കൊടുത്തു. ആ യഹ്യാ നബിയെ സക്കരിയ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുക്കുന്നതിന് സക്കരിയ നബി ചെയ്തൊരു ദുആ ഉണ്ട്. ആ ദുആ മക്കളില്ലാത്ത കൂട്ടുകാർക്ക്, മക്കളില്ലാത്ത നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ അത് പകർന്നു കൊടുക്കും. അവർ ഓതട്ടെ. ഖുർആൻ അതിനും കൂടെ ഉള്ളതാണ്. ഏതാ ദുആ? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിൽ കാണാം, അല്ലാഹുവിന്റെ പ്രവാചകൻ സക്കരിയ നബി ദുആ ചെയ്തതാണ്, റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ.